إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله وهو المهتدي ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك حدود الله ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب മുഹീൻ. വളരെ പ്രിയപ്പെട്ട ഒരു മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന വിശ്വാസിനികളെ, നശ്വരമായ ഐഹിക ജീവിതത്തിൽ സൃഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനും ജഗനിയന്താവുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് നല്ല വിശ്വാസികളായി ജീവിതത്തെ ക്രമപ്പെടുത്തണമേ എന്ന് ആദ്യം എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, ഉത്ബോധിപ്പിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ക്രമപ്പെടുത്താൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയില് സ്വർഗത്തിന്റെ അതിവിശാലമായ അള്ളാഹു നമുക്ക് വേണ്ടി ഗോപ്യമാക്കി വെച്ചിട്ടുള്ള അതിന്റെ അത്ഭുത കൗതുകങ്ങളെ കുറിച്ച് അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി പറഞ്ഞു തന്ന ഏതാനും ചില കാര്യങ്ങളാണ് സംസാരിച്ചത്. ആ ഖുതുബയിൽ അവസാനമായി നമ്മൾ സംസാരിച്ചു വെച്ച വിഷയം സ്വർഗം നേടാനുള്ള വഴികൾ ഏതാണ്. അതിലെ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംസാരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ശരിയായ വിശ്വാസത്തെ സ്വീകരിക്കുക എന്നത് തന്നെയാണ്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എണ്ണി പറഞ്ഞു തന്നത്. തുടർച്ചയായി പ്രവാചകൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ തൗഹീദ് കൃത്യമായി ഉൾക്കൊള്ളുകയും അത് മനസ്സിലാക്കുകയും അതിന്റെ അർത്ഥതലങ്ങളെ, ആശയ തലങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യുക. അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മരണപ്പെടുകയാണെങ്കിൽ അവന് അതിന് പരിഹാരമായി, പ്രതിഫലമായി അവന് സ്വർഗമാണ് ലഭ്യമാകുന്നത് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിവെച്ച അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം
അത് പ്രവാചകനെ അനുസരിക്കുക എന്നതാണ്. ആമുഖമായി ഓതിവെച്ച വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറ നിസാഇന്റെ 13-14 ആയത്തുകളാണ്. പ്രസ്തുത ആയത്തിലൂടെ അത് തന്നെയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനു മുമ്പ് സൂറത്ത് നിസാഇന്റെ ആദ്യ ഭാഗങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, അതില് വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച്, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസാരിച്ച്, തുടർന്ന് അനന്തരാവകാശ നിയമങ്ങളെ സംബന്ധിച്ചാണ് പ്രസ്തുത ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഈ അനന്തരാവകാശ നിയമങ്ങൾ പറഞ്ഞ് അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യം, പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം, തിൽക ഹുദൂദുല്ലാഹ്, ആ അനന്തരാവകാശങ്ങളിൽ ആർക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നതിന്റെ കൃത്യമായ നിയമവശങ്ങളെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് തിൽക ഹുദൂദുല്ലാഹ്, അത് അള്ളാഹുവിന്റെ നിയമത്തിന്റെ, നമുക്ക് നിയമമാക്കിയതിന്റെ പരിധികളാണ് അത് എന്ന് പറഞ്ഞു. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ, താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തോപ്പുകളാണ് അവർക്ക് പ്രവേശിക്കാനുള്ള അവരുടെ മടക്ക സ്ഥാനമായിട്ടുള്ളത്. മാത്രമല്ല വദാലിക്കൽ ഫൗസുൽ അളീം, അതാണ് ഏറ്റവും മഹത്തായ വിജയമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. രണ്ടാമത് 14-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂല, ആരല്ലാഹുവോടും അവന്റെ പ്രവാചകനോടും അനുസരണക്കേട് കാണിച്ചോ, വയതഅദ്ദ ഹുദൂദഹു, അവർ നിശ്ചയിച്ച നിയമങ്ങളെ, അവർ നിശ്ചയിച്ച പരിധികളെ വിട്ടുകടക്കുകയും ചെയ്തോ, യുദ്ഖിൽഹു നാറ ഖാലിദൻ ഫീഹാ, അവന് പ്രവേശിക്കുന്നത് കത്തിജ്വലിക്കുന്ന നരകത്തിലാണ്. വലഹു അദാബു മുഹീൻ, അത് ഏറ്റവും അപമാനകരമായ ശിക്ഷയാണ് എന്നാണ് ആ 14-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നതാണ്. സ്വത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്വത്തിൽ, നമ്മുടെ ഉപ്പയുടെ സ്വത്തിൽ, ഉമ്മയുടെ സ്വത്തിൽ, നമ്മുടെ സ്വത്തിൽ നൽകപ്പെടേണ്ട അവകാശങ്ങളെ അതേതെങ്കിലും താല്പര്യത്തിന്റെ പേരിൽ അത് നീട്ടിക്കൊണ്ടുപോവുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ അത് വമൻ യഅസില്ലാഹ വറസൂല, അള്ളാഹുവിന്റെ കൽപ്പനയെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയെ എതിര് പ്രവർത്തിക്കലാണ് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ആ ഭാഗമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. സ്വത്ത് പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. എന്റെ കൂടപ്പിറപ്പുകൾക്ക് സ്വത്ത് കൊടുക്കാതിരിക്കാൻ അവർക്കൊക്കെ തന്നെ കൃത്യമായ ഒരു വിഹിതം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഉപ്പയുടെ സ്വത്തില് എന്റെ ഉപ്പയും അതേപോലെ തന്നെ എന്റെ ഉമ്മയും ഒക്കെ മരണപ്പെടുമ്പോ അതിന്റെ വറസത്ത് അനന്തരം ഞാൻ എടുക്കുമ്പോ എനിക്കുള്ള അവകാശം കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ സഹോദരങ്ങൾക്കുള്ള, എന്റെ സഹോദരിമാർക്കുള്ള, ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള, എന്റെ ഉപ്പയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള കൃത്യമായ വിഹിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അത് കൊടുക്കാതിരിക്കുക അത് വളരെ അപകടകരമായ, നിങ്ങൾക്ക് നരകം അത് ശാശ്വതത്വം നൽകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത് എന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ, എന്റെ സമുദായത്തിലെ മുഴുവൻ ആളുകളും, വിശ്വാസികളായ മുഴുവൻ ആളുകളും സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് അതിനൊരു കണ്ടീഷൻ കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവരൊഴികെ എന്ന് പറയാൻ. ആ സമയത്തോ പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, വമൻ യഅബ, ആരാണ് പ്രവാചകരെ പിന്നെ അബ എന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്ന് ചോദിക്കുമ്പോ അതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു മറുപടി, മൻ അതാഅനി ദഖലൽ ജന്ന, ആരെന്നെ അനുസരിച്ചുവോ അവനാണ് എന്നെ അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. വമൻ അസാനി ഫഖദ് അബ, എന്നാൽ ആര് വിസമ്മതിച്ചോ, എന്റെ കൽപ്പനകളെ
വിസമ്മതിച്ചവനാരാണോ അവനാണ് അബ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ഇപ്പോ ആർക്കാണ് സ്വർഗമാർക്കാണ്? മൂന്നാമത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് പ്രവാചകൻ അനുസരിക്കലാണ്. പ്രവാചകൻ അനുസരിക്കുക എന്ന് പറയുന്നത് മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, അത് അള്ളാഹുവിനെ അനുസരിക്കലാണ്. വമൻ അസാനി, ആരെന്നോട് അനുസരണക്കേട് കാണിക്കുന്നുവോ ഫഖദ് അസല്ലാഹ്, അവൻ അനുസരണക്കേട് കാണിക്കുന്നത് അള്ളാഹുവോടാണ്. അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുക എന്ന് പറയുന്നത് അത് പ്രവാചകനെ അംഗീകരിക്കലാണ്. അള്ളാഹു നിശ്ചയിച്ച ഓഹരികൾ നൽകപ്പെടാതെ തടയപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കലാണ്, അള്ളാഹുവിന്റെ പ്രവാചകനോട് അനുസരണക്കേട് കാണിക്കലാണ്. ഇപ്പൊ സ്വർഗം നേടണോ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക നമ്മുടെ ജീവിതത്തിൽ എന്നതാണ്. അല്ലെ, ഇന്ന് പലപ്പോഴും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട ഒരു നിക്കാഹ്, അല്ലെ, ഇന്ന് പലപ്പോഴും രാമനാട്ടുകരയിൽ വെച്ച് നടന്ന ഒരു നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ മീഡിയകളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ നിക്കാഹ് നടത്തണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി അതിന് ആരൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ഉണ്ടായിരിക്കണം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹർ വേണം. പലപ്പോഴും മനസ്സമ്മതം നടത്തിക്കൊണ്ട് വിവാഹം നടത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ ആളുകൾ എത്തിപ്പെട്ടു എന്നത് നമ്മുടെ രാമനാട്ടുകരയിൽ നിന്ന് നമ്മൾ ഇപ്പൊ കണ്ട ഒരു നിക്കാഹിന്റെ രൂപമാണ്. വിശദീകരിക്കുന്നില്ല. പ്രവാചകൻ കൃത്യമായി പറഞ്ഞു വിവാഹം എങ്ങനെയാവണം, വിവാഹം എങ്ങനെയാവണം, അതിനാരൊക്കെ ഉണ്ടായിരിക്കണം. വധു ആവശ്യമില്ലാണ്. വധു അവിടെ പ്രസന്റ് പോലും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാവേണ്ടത് വലിയും അതേപോലെ തന്നെ ഏറ്റെടുക്കുന്നവനും 2 സാക്ഷികളും മഹറുമൊക്കെ ഉണ്ടായാൽ ഇസ്ലാമിലെ വിവാഹം സാധുവാകുന്നു. ഇന്നോ ഒരാൾ നടുവിൽ ഇരുന്നിട്ട് 2 പേരെ ഇങ്ങനെ കൊണ്ടുവന്നിരുത്തി അവരോട് മനസ്സമ്മതം ചോദിച്ച് ഇസ്ലാമിന്റെ പേരിലാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്നു. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. പ്രവാചകൻ എത്രയോ വിവാഹങ്ങൾക്ക് കാർമ്മികത്വം നടത്തിയിട്ടുണ്ട്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്തത് അത് പുരോഗമനവാദത്തിന്റെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഫഖദ് അബാ, വിസമ്മതിച്ചവൻ എന്ന ഗണത്തിലാണ് നമ്മൾ ഉൾപ്പെടുക എന്നത് പ്രിയപ്പെട്ടവരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്. പ്രവാചകൻ പറഞ്ഞു എങ്ങനെ എല്ലാറ്റിനും രൂപങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അന്ന് അവതരിപ്പിക്കപ്പെട്ട ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. പ്രവാചകൻ തന്റെ മുമ്പിൽ ഇരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ എത്തിച്ചു തന്നില്ലയോ എന്നാണ്. ഞാൻ എത്തിച്ചു തന്നില്ലയോ? സഹാബത്തിന്റെ മറുപടി എത്തിച്ചു തന്നിട്ടുണ്ട് പ്രവാചകരെ എന്നതാ. അതിൽ പൂർണ്ണമായും തൃപ്തിപ്പെടാൻ ഇന്ന് ഭൗതികമായ പുരോഗമനവാദത്തിന്റെ പേരിൽ പലപ്പോഴും ഇസ്ലാമിന്റെ പേരിൽ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വിശ്വാസികൾ എന്നുള്ള നിലക്ക് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. സ്വർഗം നേടണോ, അതിന്റെ ഒരു കണ്ടീഷൻ വിശുദ്ധ ഖുർആനും പ്രവാചകനും പറഞ്ഞത് പ്രവാചകനെ അനുസരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക എന്നതാണ്. 4ാമത്തെ ഒരു കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പ്രവാചകൻ പറഞ്ഞു മിഫ്താഹുൽ ജന്ന അസ്സലാ, സ്വർഗത്തിന്റെ താക്കോലാണ്. സ്വർഗത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അത് മനുഷ്യരെ നിങ്ങൾ നമസ്കരിക്കുന്ന നിങ്ങളുടെ നമസ്കാരമാണ്. മാത്രമല്ല ഒന്നുകൂടെ ആ ഹദീസിന്റെ അവസാനത്തിൽ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട് മിഫ്താഹുസ് സലാ, നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അൽ വുളു, അത് വുളു ആണ് എന്ന് പറഞ്ഞു. അത് വുളു ആണ് എന്ന് പറഞ്ഞു. അപ്പോ അവിടെ വുളു കൃത്യമായി ശ്രദ്ധിച്ചു, കൃത്യമായ നമസ്കാരം അതിന്റെ വക്തിൽ നമസ്കരിക്കുക എന്നത് ഒരു മനുഷ്യന് സ്വർഗപ്രവേശനം സാധ്യമാക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എത്രമാത്രം അതിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചു എന്നത് വിലയിരുത്തേണ്ടത് നമ്മളാണ്. മാത്രമല്ല ആ നമസ്കാരങ്ങളിൽ തന്നെ ഏറ്റവും പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജമാഅത്ത് നമസ്കാരങ്ങളാണ്. നമ്മുടെ ജമാഅത്ത് നമസ്കാരത്തെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസ്ലൻ കുല്ലമാ ഗദാ ഔ റാഹ. മുത്തഫഖുൻ അലൈഹിയായി ഇമാം ബുഖാരിയും അതേപോലെ തന്നെ മുസ്ലിമും ഏകോപിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം, ആര് രാവിലെയും അതേപോലെ തന്നെ വൈകുന്നേരവും അവർ പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിക്കുന്നുവെങ്കിൽ അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു സൽക്കാരമാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഏതിനറിയോ? കുല്ലമാ ഗദൻ ഔ റാഹ. കുല്ലമാ ഗദാ ഔ റാഹ. അവന്റെ ഓരോ രാവിലത്തെ വരവിനും വൈകുന്നേരത്തെ വരവിനും അവൻ അള്ളാഹു തീരുമാനിച്ചത് ഓരോ സൽക്കാരമാണ്. സ്വർഗത്തിലെ ഓരോ ദിവസവും സൽക്കാരം ലഭ്യമാകുന്നു അവൻ ജമാഅത്തായിട്ട് അവൻ നമസ്കരിക്കുന്നു എങ്കിൽ എന്നാണ്. ആ നമസ്കാരത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു ഭാഗം എന്ന് പറഞ്ഞത് അത് നമ്മുടെ വുളൂആണ് എന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, മിൻകും മിൻ അഹദിൻ യതവല്ലഉ. നിങ്ങളിൽ ഒരാൾ വുളു എടുത്തു, ആ വുളുവിനെ ഏറ്റവും നന്നായി അവൻ നിർവഹിച്ചു. അല്ലെ, നമ്മൾ വുളു എടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടോ? പലപ്പോഴും ഖുതുബയിൽ സൂചിപ്പിച്ച കാര്യം എന്നുള്ളത് കൊണ്ട് വിശദീകരിച്ചു പോകുന്നില്ല. നനയേണ്ട ഭാഗങ്ങളൊക്കെ നനച്ച്, കഴുകേണ്ടതൊക്കെ കഴുകി, കൈ തട്ടേണ്ട ഭാഗങ്ങൾ കൈ തട്ടി, അങ്ങനെ അവൻ വുളു എടുക്കുക മാത്രമല്ല, പിന്നീട് അവൻ പറഞ്ഞു എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള വുളുവിന് ശേഷമുള്ള ആ പ്രാർത്ഥന അവൻ നിർവഹിക്കുകയും ചെയ്താൽ ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ. അവന് വേണ്ടി സ്വർഗത്തിന്റെ 8 വാതിലുകളാണ് മലർക്കെ തുറന്നിടുന്നത്. ഏതിനാ? നിസ്കരിക്കാൻ വേണ്ടി. നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്തു. വുളു എടുത്തതിന് ശേഷം പ്രാർത്ഥിച്ചു. അല്ലെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, ഇന്ന് ജുമുഅക്ക് കയറിയപ്പോ വുളു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ ആലോചിച്ചാൽ മതിട്ടോ. പണ്ട് നമുക്ക് കാണാമായിരുന്നു ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പള്ളിയിൽ കയറിയാൽ. അല്ലെ, വുളു എടുത്താൽ ഇപ്പോ വീട്ടിൽ പോലും അത് കാണാത്തൊരവസ്ഥയാണ്. കൈ ഉയർത്തി പ്രാർത്ഥിക്കണം, അല്ലെ, കൈയൊന്ന് പൊന്തിച്ച്, അതൊരു ശീലമാണ്. അപ്പൊ വുളു എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് അവന് നൽകുന്ന പ്രതിഫലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇല്ല ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നതി അസമാനിയ. അവന് വേണ്ടി 8 സ്വർഗത്തിന്റെ 8 വാതിലുകളും മലർക്കെ തുറന്നിടുന്നു എന്നതാണ്. യദ്ഖുലു മിൻ അയ്യുഹാ ശാഅ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഏത് വാതിലിലൂടെ അവൻ ഉദ്ദേശിക്കുന്നോ കയറാൻ, ആ വാതിലിലൂടെ അവന് ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും കഴിയും എന്നാണ്. അതിന്റെ തുടർച്ചയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തവല്ല, ആരെങ്കിലും വുളു എടുത്തു, ഫഅഹ്സനൽ വുളു, ഏറ്റവും നന്നായിട്ടാണ് അവൻ വുളു എടുത്തത്, സുമ്മ റഫഅ നളറഹു ഇലസ്സമാ, പിന്നീട് അവൻ ഇങ്ങനെ ആകാശത്തേക്ക് അവന്റെ നോട്ടം ഉയർത്തിക്കൊണ്ട് അവൻ പ്രാർത്ഥിച്ചാൽ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, സ്വർഗം തരാനാണ്. അതിന്റെ പ്രതിഫലമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം നേടുവാനുള്ള മാർഗമായി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചതാ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നത് ഞാനും നിങ്ങളും പരിശോധിക്കുക. മറ്റൊന്ന്, രോഗിയെ സന്ദർശിക്കുക എന്നതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതും വിശദീകരിച്ചു. മൻ ആദ മരീലൻ ഔ സാറ അഖൻ ലഹു ഫില്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാം, മൻ ആദ മരീലൻ, ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു, ഔ സാറ അഖൻ, തന്റെ ഒരു സഹോദരനെ അവൻ സന്ദർശിച്ചു. എന്തിനു വേണ്ടിയാണെന്നറിയോ? ഫില്ലാഹ്. അല്ലെ, അതാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഒരാൾ ആ ഒരു കർമ്മം നിർവഹിക്കുകയാണെങ്കിൽ നാദാഹു മുനാദിൻ. അല്ലെ, മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മാലാക അവനോട് വിളിച്ചു പറയും എന്താണ്? നിന്റെ
ആ സന്ദർശനമുണ്ടല്ലോ ഏറ്റവും നല്ലൊരു പ്രവർത്തനമാണ്, വിശിഷ്ടമായ പ്രവർത്തനമാണ് നീ ചെയ്തത്. നിന്റെ അതിലേക്കുള്ള നടത്തമുണ്ടല്ലോ അത് ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ്. മാത്രമല്ല അതുവഴി നീ ഒരുക്കിയത് സ്വർഗത്തിൽ നിനക്ക് ഒരു ഭവനമാകുന്നു എന്നാണ്. നിങ്ങൾ ഒരു രോഗിയെ സന്ദർശിക്കുന്നുവെങ്കിൽ, നമ്മുടെ നാട്ടില് പാലിയേറ്റീവിന്റെ ആളുകൾ ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളിൽ ആരൊക്കെ ഒരു ഹോം കെയറിലെങ്കിലും ആ വാഹനത്തിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. കാരണം എന്താ? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം നേടിത്തരാൻ നമുക്ക് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അതിനെ കാണണം എന്നതാണ്. അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഹോം കെയർ പോകണമെന്നുള്ള ദർജ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, ഞാൻ അള്ളാഹു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, പ്രവാചകൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ ചുറ്റുപാടുമുള്ള രോഗികളെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു, പ്രായമായ ആളുകളെ സന്ദർശിക്കുന്നു, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു, അവരെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്നു. ഇതൊക്കെ സ്വർഗം നേടാനുള്ള ഒരു മാർഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു എന്നതാണ്. നമ്മൾ ആലോചിക്കുക, നമുക്ക് എത്ര പങ്കാളിത്തമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ എന്നതുകൂടി സാന്ദർഭികമായി ഞാൻ നിങ്ങളും ആലോചിക്കണം. ഇത്രയും പ്രായമായല്ലോ എന്നല്ല, ഈ പ്രായത്തിലും എനിക്ക് അങ്ങനെ പോകാൻ കഴിയണം അല്ലെ? നടന്നു പോകണ്ട, വാഹന സൗകര്യങ്ങളുണ്ട്, കൂടെ സഹായിക്കാൻ ആളുണ്ട്. പക്ഷെ എന്റെ ഒരു സാന്നിധ്യം ആ ഒരു പ്രവർത്തനത്തിൽ, നന്മയായ പ്രവർത്തനത്തിൽ ഉണ്ടായിരിക്കണം. ഇത് സ്വർഗം നേടാൻ പ്രവാചകൻ പഠിപ്പിച്ച ഒരു കാര്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. എല്ലാ തിരക്കൊഴിഞ്ഞിട്ട് ഒരു നന്മയും ചെയ്യാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. എല്ലാ തിരക്കൊഴിഞ്ഞിട്ട് നന്മയ്ക്ക് പോകാം എന്ന് വിചാരിച്ചാൽ അല്ലെ, ഏറ്റവും തിരക്കുള്ളവർ ആരാന്ന് വെച്ചാല് ഒന്നുമില്ലാത്തവരാ. ഒരു പണി ഇല്ലാത്തവനാണ് ഏറ്റവും വലിയ തിരക്കുള്ളത്. പണിയുള്ളവന് ആ പണി കഴിഞ്ഞാൽ അവന് ഫ്രീ ഉണ്ട്. പണി ഇല്ലാത്തവരെ സംബന്ധിച്ച് അവൻ ഒരു ഫ്രീ ഇല്ല, എപ്പോഴും തിരക്കാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇത്തരം നന്മകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ പങ്കാളിത്തം. കാരണം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതെന്താണ്? ആ അത്ഭുത കൗതുകങ്ങൾ നിറഞ്ഞ സ്വർഗം നേടിയെടുക്കുക എന്നതാണ് എന്റെ പങ്കാളിത്തം അല്ലെ. മറ്റൊന്ന് പ്രവാചകൻ ഏഴാമതായി പറഞ്ഞത് പള്ളി നിർമ്മിക്കുക എന്നതാണ്. മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി അല്ലെ, അവിടെ ഒന്നിങ്ങനെ എടുത്തു പറയാൻ എന്താണ്? അവൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്ത്? അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ ഒരു ഭവനം അല്ലെ. വലിയൊരു പള്ളി ഉണ്ടാക്കാനൊന്നും നമുക്ക് കഴിഞ്ഞോളൊന്നില്ല, പക്ഷെ ഒരു പള്ളി നിർമ്മാണത്തിൽ സഹകരിക്കാൻ കഴിയും. നമ്മുടെ പള്ളി ഒന്ന് പുതുക്കിപ്പണിയാണെങ്കിൽ അതിൽ എന്റെ ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിയും. അല്ലെങ്കിൽ നാട്ടില് ആളുകൾ നമസ്കരിക്കാനുള്ള പള്ളികൾ ഉണ്ടാക്കുമ്പോ അതിലൊന്ന് സഹകരിക്കാൻ കഴിയും. എന്തുണ്ടാവണം? അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അവന് അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം ലഭ്യമാകുന്നു എന്നതാണ്. എട്ടാമത്തെ കാര്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റവാത്തിബ് നമസ്കാരങ്ങളാണ്. റവാത്തിബ് നമസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള നമസ്കാരങ്ങൾ. റവാത്തിബ് നമസ്കാരങ്ങൾ 10 റക്അത്താണ് എന്നും ഹദീസുകളിൽ കാണാം, 12 റക്അത്താണ് എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ സല്ല 12 റക്അതൻ ബിന്നഹാരി ഔ ബില്ലൈലി ബനല്ലാഹു അസ്സ വജല്ല ലഹു ബൈതൻ ഫിൽ ജന്ന. രാത്രിയും പകലുമായിക്കൊണ്ട് ഒരു മനുഷ്യൻ 12 റക്അത്ത് നമസ്കരിച്ചാൽ, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും 10 റക്അത്തൻ 10 റക്അത്ത് നമസ്കരിച്ചാൽ, ഇങ്ങനെയും കാണാൻ പറ്റും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവന് വേണ്ടി അള്ളാഹു സ്വർഗത്തിൽ ഒരു ഭവനം ഒരുക്കും എന്നാണ് അല്ലെ. പലപ്പോഴും ജുമുഅ കഴിഞ്ഞിട്ട് സുന്നത്ത് നിസ്കരിക്കാതെ പോകുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർ വീട്ടിൽ പോയി നിർവഹിക്കാനാണെങ്കിൽ വളരെ നല്ലതാണ്, വീട്ടിൽ നിന്നാണ് അത്തരം സുന്നത്തുകൾ നിർവഹിക്കേണ്ടത് എന്നതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പലപ്പോഴും അത് അത്തരം സുന്നത്തുകളെ, ജമാഅത്ത് കഴിഞ്ഞാലുള്ള സുന്നത്തുകളെ ഒക്കെ നമ്മൾ കളഞ്ഞു പോകുന്നു. അത് സ്വർഗം നിങ്ങൾക്ക് കിട്ടണോ അതിനുള്ള ഒരു ഒറ്റമൂലിയായി, അതിനുള്ള മാർഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എപ്പോഴൊക്കെയാണ്? പ്രവാചകൻ പറഞ്ഞു മൻ സാബറ അല 12 റക്അതൻ ബനല്ലാഹു അസ്സ വജല്ല ലഹു ബൈതൻ ഫിൽ ജന്ന.
12 റക്അത്ത് റവാത്തിബ് നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു എന്ത് ചെയ്യുന്നതാണ്? അവന് സ്വർഗത്തിൽ ഒരു ഭവനം ഉണ്ടാക്കും എന്നാണ്. അർബഅൻ ഖബല അദ്ദുഹരി, 4 റക്അത്ത് ളുഹറിന് മുമ്പ്. നേരത്തെ 10 നമ്മൾ എണ്ണുന്നതെങ്കിൽ 2 റക്അത്ത് ളുഹറിന് മുമ്പ് എന്നും കാണാൻ പറ്റും. വറക്അത്തൈനി ബഅദൽ ളുഹരി, 2 റക്അത്ത് ളുഹറിന് ശേഷം. വറക്അത്തൈനി ബഅദൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ബഅദൽ ഇശാഇ, ഇശാ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത്. വറക്അത്തൈനി ഖബലൽ ഫജ്രി, അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്. ഇങ്ങനെ നമസ്കരിച്ചാൽ അത് ജമാഅത്തിന് വരുന്ന ആളുകളാണെങ്കിൽ അവർ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് നമസ്കരിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നു എങ്കിൽ അതാണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകന്റെ സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഇതിൽ നമ്മൾ എത്രമാത്രമാണ് ശ്രദ്ധിക്കുന്നത്? നമ്മളൊക്കെ സ്വർഗം വേണ്ട ആളുകളാണ്. സ്വർഗത്തിന് വേണ്ടിയിട്ട് അവിടെ എങ്ങനെ വന്നിട്ട് നമ്മൾ ഇരിക്കുന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്. പക്ഷെ അത് കിട്ടാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ. പ്രവാചകൻ പറഞ്ഞു, തർക്കം ഉപേക്ഷിക്കുന്നവർക്ക്, കളവ് ഉപേക്ഷിക്കുന്നവർക്ക്, അതേപോലെ തന്നെ ആളുകളോടുള്ള പെരുമാറ്റം സ്വഭാവം നന്നാക്കി തീർക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന്. അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم انا زعيم بيت في ربل الجنه. ആ സ്വർഗത്തിന്റെ കേറി വരുന്ന സ്ഥലത്ത് ഒരു വീട് ആർക്കാന്നറിയോ? ലിമൻ തറക്കൽ തർക്കം ഒഴിവാക്കുന്ന മനുഷ്യന് അവിടെ അള്ളാഹു എന്ത് ചെയ്യുന്നു എന്നാണ്? അവന് സ്വർഗത്തിന്റെ അടിത്തട്ടിൽ അവനൊരു വീട് പണിയുന്നു എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വൈൻകാന മുഹിക്ക, അവൻ പറയുന്നത് സത്യമാണ്, അവന്റെ അടുത്താണ് സത്യമെങ്കിലും അവൻ എന്ത് ചെയ്യുന്നു? തർക്കം ഒഴിവാക്കുന്നു. അല്ലെ, നമ്മളെങ്ങനെ സത്യം നമ്മുടെ അടുത്താണെങ്കിൽ തർക്കത്തിൽ ഒരു കുറവുണ്ടാക്കൂല, അല്ലെ? അങ്ങനെയല്ലേ? എന്നാൽ സത്യം അവന്റെ അടുത്തായിക്കോട്ടെ, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ തർക്കത്തിന് നിൽക്കുന്നില്ല. ഒരാളൊരു കാര്യം ചോദിച്ചു, ആ കാര്യം അവനോട് പറഞ്ഞു, ഇങ്ങോട്ട് തർക്കിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് നിൽക്കില്ല. എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? അവൻ അവന്റെ മറ്റു പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു പോകുന്ന മനുഷ്യൻ. വബി ബൈത്തിൻ ഫീ വസ്തിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനമുണ്ട്. ആർക്കാന്നറിയോ? ലിമൻ തറക്കൽ കദിബ, കളവ് പറയാത്തവനാണ്. വൈൻകാന മാസിഹ, തമാശക്ക് പോലും, തമാശയായിട്ട് പോലും കളവ് പറയാത്തവനാണ്. സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു ഭവനമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞത്. മൂന്നാമത്തേത് പ്രവാചകൻ പറഞ്ഞു, വബി ബൈത്തിൻ ഫീ അഅലൽ ജന്ന, ഒരു മനുഷ്യന് സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട്. എവിടെയാണ്? അഅലൽ ജന്ന, സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത്. അവൻ ആരാന്നറിയോ? ലിമൻ ഹസുന ഖുലുഖഹു, സ്വഭാവം നന്നാക്കി തീർത്തവൻ, മറ്റുള്ളവരോട് നല്ല പെരുമാറ്റം നടത്തുന്നവൻ, നല്ല സ്വഭാവത്തിന്റെ ഉടമയായവൻ. ഇതാ സ്വർഗം കിട്ടാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു തന്ന മാർഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക, എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നത് നമ്മൾ ആലോചിക്കുക. ഇത് നമുക്ക് സ്വർഗം നേടാനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.